കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആഗോളതലത്തിൽ ഇപ്പം നമ്മൾ ടൈറ്റിൽ ഇൻ്റർനാഷണൽ തട്ടിപ്പെന്നാണ്. അപ്പം നമ്മൾ ആ തരത്തിൽ തന്നെ ഒന്ന് വിലയിരുത്തണമല്ലോ. ആഗോളതലത്തിൽ അത്ര നല്ല സമയമല്ല ഇത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന 24 അംഗ ബോഡിയുണ്ട്, അവരുടെ ഒരു പ്രധാനപ്പെട്ട ബോഡി. ആ ബോഡിയിലെ 3ാമത്തെ പൊസിഷൻ വഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ശക്തനായ ഒരു നേതാവ്, അയാളുടെ പേര് മാ ഷിങ് റുയി എന്നാണ്. അയാളിപ്പോൾ പുറത്താക്കിയിട്ടുണ്ട് പാർട്ടി. അപ്പോൾ അയാൾ ചെയ്ത കാരണം സെയിം തന്നെയാണ്. കുടുംബ അംഗങ്ങൾക്ക് വേണ്ടി വഴിവിട്ട നീക്കങ്ങളൊക്കെ നടത്തി, അധികാര ദുർവിനിയോഗമൊക്കെ നടത്തി, കോടാനുകോടികൾ ഹവാല പണമൊക്കെ നടത്തി, കറപ്ഷൻ നടത്തി. പാർട്ടി എന്തായാലും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. അത് തമാശയ്ക്കാണെങ്കിൽ പോലും നമ്മളിത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസത്തിൻ്റെ ഒരു ബേസിക് സാധനം ഇത് തന്നെയാണോ എന്നൊരു സംശയമാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതൊരു സാർവദേശീയ പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും തട്ടിപ്പിലും ഒരു സാർവദേശീയത കൊണ്ടുവരാൻ കൃത്യമായിട്ട് അതല്ലേ, അത് സമ്മതിക്കണം. അത് പക്ഷേ ഇതിനകത്ത് 1-2 പോയിന്റ്സ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു റൈറ്റ് സൈഡിൽ ഇരുന്നിട്ട്, എനിക്കൊന്ന് ഇരിക്കുന്ന ഹെഡ് ചെയ്യുന്ന റൈറ്റ് സൈഡിൽ ഇരുന്നിട്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ വീണയുടെ കൂട്ടാളി ആരാണ്, ഈ ബാങ്ക് അക്കൗണ്ടിൽ ഒപ്പിട്ട ആ അജ്ഞാതൻ ഇപ്പോഴത് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുൻ ഭർത്താവ് സുനീഷ് മോഹൻലാലാണ് ആ ഒപ്പിട്ട ആൾ എന്നായിരുന്നു അന്ന് അതുവരെയുള്ള ആരോപണം. പക്ഷെ അല്ല. അപ്പോൾ ആരാണ് ഈ ഒപ്പിട്ടത് എന്ന് തുടങ്ങി ആ സംശയം തൊട്ടാണ് ED ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇപ്പം നോക്കൂ, പുതിയ പുതിയ പേരുകൾ വരികയാണ്. നന്ദുലാൽ, ഈ പറയുന്ന ഡോക്ടർ അനീസ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് 10 വർഷത്തെ CPMൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ തന്നെ ആരും തൊടാനില്ല എന്ന ധൈര്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതിൽ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആയിരിക്കും. ഇനിയും ഒരുപാട് കണ്ടെത്താനുണ്ട്. ഹവാല ഇടപാടുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വപ്ന സുരേഷ് നിരന്തരം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ കേരളം മൈൻഡ് ചെയ്തിട്ടില്ല. ഈ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം മരിച്ചുപോയി എങ്കിൽ പോലും കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയൻ വൻതോതിൽ കള്ളപ്പണം അമേരിക്കയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് സ്വപ്ന സുരേഷ് പലതവണ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അന്ന് കേരളം വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല. ഇപ്പം ED ആ കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത്. ഇനി രസകരമായൊരു കാര്യം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നേതാവിനെ പുറത്താക്കാം. കാരണം അത് ഷീ ജിൻപിങ്, അയാൾ മരിക്കുന്നവരെ അയാളാണ് പ്രസിഡന്റ്. ഒരു ഏകാധിപത്യ, ഇവർ പറയുന്ന മധുര മനോഹര ചൈനയൊന്നുമല്ല, അതൊരു ഏകാധിപത്യ ചൈനയാണ്. അവിടെ ഷീ ജിൻപിങ് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. പക്ഷെ അങ്ങനെ ആവണമെന്നൊരാഗ്രഹം നമ്മുടെ മുൻ മുഖ്യമന്ത്രിക്കും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനൊരു ആഗ്രഹം ഉണ്ടായിക്കാണും. പക്ഷെ അതെന്തായാലും നടക്കില്ല. കേരളത്തിലും വിശേഷിച്ച് ഭാരതത്തിലും ഒരു ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യരുള്ള ഈ നാട്ടിൽ നടക്കില്ല. അപ്പോൾ ഇനി എനിക്ക് അറിയാനുള്ളത്, ഒപ്പം എൻ്റെ കോ പാനലിസ്റ്റിലൂടെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇനി എന്തായിരിക്കും EDയോടുള്ള ഇവരുടെ സമീപനം? ഇനി എങ്ങനെയാണ് രാഷ്ട്രീയപരമായി ഈ CPM എന്ന പാർട്ടി EDയെ നേരിടാൻ പോകുന്നത്? ഇനി എങ്ങനെയാണ് മുട്ടയൊക്കെ ആയിട്ട്, ചീഞ്ഞ മുട്ടയൊക്കെ ആയിട്ട് വീണ്ടും ഇവർ ഇറങ്ങുമോ? അതോ ഈ വലിയ ഉരുളൻ കല്ലുകളും ഇഷ്ടികളും ഒക്കെ ആയിട്ട് ED ഉദ്യോഗസ്ഥരെ ED ഓഫീസിലേക്ക് വലിച്ചെറിയാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുമോ? കാരണം റിയാസ് മാത്രമാണ് ഞാൻ പാർട്ടി രാഷ്ട്രീയമായി ഇതിനെ നേരിടുമെന്ന് മുന്നോട്ട് വന്ന് പറഞ്ഞത്. മറ്റവർക്ക് എവിടെ പോയി?